കുപ്പിയില്ലേ നമ്മുടെ കുപ്പിയുടെ പേരെനിക്ക് അറിയത്തില്ല. സോറി, കുപ്പിയല്ല, തൊപ്പി. അശ്വന്ത് പോക്ക് വന്നാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പുള്ളി വരില്ലായിരിക്കും. എനിക്ക് രണ്ട് പ്രഡിക്ഷനോ? ഒന്ന് ബീന ആന്റണി കൺഫേം. 2 പിന്നെ പക്ക ഫാനല്ലേ, ഫാനും ടേബിൾ ഫാനും ഒക്കെയാണ്. പിന്നെ രണ്ടാമത്തെ ചിലപ്പം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കാണാൻ ചാൻസ് ഉണ്ട്. സായി എന്നാ. പിന്നെ ആരൊക്കെയോ കാണും. ലാലേട്ടൻ ഉറപ്പായിട്ടും കാണും. ലാലേട്ടൻ കാണും. ഞാനോ? എന്നെ വിളിച്ച ചിലപ്പോൾ ഞാൻ പോകുമല്ലേ. ചെറിയായിരിക്കും. മൂന്നാമത്തെ ആളല്ലേ? മൂന്നാമത്തത് ചിലപ്പം സീരിയൽ ആർട്ടിസ്റ്റ് ആരെങ്കിലൊക്കെ ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ കുപ്പിയില്ലേ നമ്മുടെ കുപ്പിയുടെ പേരെനിക്ക് അറിയത്തില്ല. സോറി, കുപ്പിയല്ല, തൊപ്പിയല്ല ഇപ്പോൾ കാണും. നീ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ, ഡിലീറ്റ് ചെയ്ത് കളയടാ. അത് തന്നെ, തൊപ്പി പൊളിച്ചടുക്കും. ബിഗ് ബോസിന് 2 കഷ്ണമാക്കും ഇവരെല്ലാവരും കൂടെ. ബിഗ് ബോസ് സീസൺ 6, ബിഗ് ബോസ് 4 വരെ എനിക്ക് ബിഗ് ബോസ് ആക്ച്വലി ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കാണത്തില്ല. സെലിബ്രിറ്റീസ് മാത്രം, അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പക്ഷേ ബിഗ് ബോസ് 5 ആണ് എന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുത്താൻ കാരണം. ബിഗ് ബോസ് 5 ഒരു വെറൈറ്റി ആയിരുന്നു. ബിക്കോസ് കോമൺ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി അഖിൽ മാരാർ, അതിൻ്റെ വിന്നർ, വളരെ ഒരു എന്ന് വെച്ചാൽ ക്യാരക്ടറുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ മറ്റുള്ള ക്യാരക്ടറിലെന്നല്ല എങ്കിലും ഓരോ വ്യത്യസ്തരായ മനുഷ്യരെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് 5 സീസൺ നമ്മൾ പരിചയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് 5-ൻ്റെ ഒരു ഫാനായിരുന്നു ഞാൻ. സോ അതുകൊണ്ട് ബിഗ് ബോസ് 6-ഉം അതേ പ്രതീക്ഷയോടെ, കാരണം ഇപ്രാവശ്യം അഡ്വർടൈസ്മെൻറ്റ് അവർ ഇറക്കിയിരിക്കുന്നത് പോലും വെറൈറ്റി ആയിട്ടുള്ള പല തുറകളിൽ നിന്നുള്ള ആൾക്കാരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതും. ഷോ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നതായിരിക്കും നല്ലത്. 2 പ്രഡിക്ഷൻ. ഒന്ന് കാണാൻ ആഗ്രഹമുള്ളതൊന്ന് ബീന ആൻ്റണി, ഒന്ന് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ സായി സീക്രട്ട് ഏജൻറ്റ്. അശ്വന്ത് പോക്ക് വന്നാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പുള്ളി വരില്ലായിരിക്കും. എനിക്കറിയില്ല പുള്ളിയുടെ സ്വഭാവം വെച്ചിട്ട് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആഗ്രഹമുള്ളത്, പിന്നെ നമ്മുടെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് കൂടെ ഒരാളുണ്ട്, സിജോ ടോക്സിലെ സിജോ. അപ്പോൾ അദ്ദേഹം കൂടെ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ ആ ഒരു പ്രതീക്ഷ. നോ സീക്രട്ട് വിളിച്ചാൽ പോകും, അത് തന്നെ. ലാലേട്ടൻ്റെ പ്രതീക്ഷ എല്ലാ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്നത്. വിളിച്ചാൽ എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ടും പോകും. ഐ ഗെറ്റ് എ ചാൻസ്, ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ. ഓക്കെ, താങ്ക് യു.